ഹലോ ഗൈസ്, നമസ്കാരം. 2017 ഫെബ്രുവരി മാസം 17 നടിയെ ആക്രമിക്കുന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മലയാള സിനിമയ്ക്കകത്ത് നടക്കുന്ന ലൈംഗിക ചൂഷണവും അതോടൊപ്പം തന്നെ തൊഴിലിടത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഒരുപാട് അതിക്രമങ്ങൾക്കും എതിരെ, ലൈംഗിക ഹരാസ്മെന്റുകൾക്കെതിരെ ഒരു കമ്മീഷൻ രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അത് 2017 ജസ്റ്റിസ് ഹേമ അധ്യക്ഷയായിട്ടുള്ള ഹേമ കമ്മീഷൻ എന്നുള്ള രീതിയിലായിരുന്നു. ആ ഒരു കമ്മീഷന്റെ ഉദ്ദേശം മലയാള സിനിമയ്ക്കകത്ത് നടക്കുന്ന കുത്തഴിഞ്ഞ പല പ്രവൃത്തികളും പുറത്തു കൊണ്ടുവരിക, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആൾക്കാരുമായിട്ട് നേരിട്ട് അവരുടെ രഹസ്യമൊഴികൾ എടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിലൂടെ ഏതാണ്ട് 50-ലധികം വരുന്ന മലയാള സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് എടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റി റിപ്പോർട്ട് രൂപീകരിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ആ കമ്മിറ്റി റിപ്പോർട്ട് ഏതാണ്ട് 5 വർഷം പിന്നിടുന്ന, അഥവാ 5 വർഷത്തോളം അടുക്കുന്ന ഈ സമയത്തും അത് പുറത്തു വന്നിട്ടില്ല. ഇത് പുറത്തു വിടാത്തതിന്റെ പിന്നിൽ ഗവൺമെന്റിന്റെ കളികളാണോ? ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷവും ഒരാൾക്കെതിരെ, അഥവാ ഇത്രയും മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഈ റിപ്പോർട്ട് 235ഓളം പേജുള്ള ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും ഇതുവരെ ഒരാൾക്കെതിരെ പോലും നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ആ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് എന്തെങ്കിലും തരത്തിലുള്ള വാലിഡിറ്റി ഉണ്ടോ? അതോ ഈ WCC, അമ്മ സംഘടന, ഇതുപോലുള്ള വലിയ അധികായന്മാർ തമ്മിൽ എന്തെങ്കിലും തരത്തിൽ ഇവരെല്ലാവരും തമ്മിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് അടക്കം ചേർന്നുകൊണ്ട് ഇതിലൊരു ഗൂഢാലോചന നടത്തിയിട്ടാണോ ഈ ഒരു വിഷയത്തിന് തന്നെ ഇപ്പൊ ഇല്ലാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്കകത്തുള്ള പല നടന്മാർ ജയിലഴിക്കുള്ളിലാകുമെന്നുള്ള രീതിയിൽ ഇത്രയും നാൾ പ്രചണ്ഡമായി വാദമുഖങ്ങൾക്ക് അതിന് തീപ്പൊരിയിട്ട ആൾക്കാർ ഇന്ന് പറയുന്നു അങ്ങനെ വ്യക്തികളുടെ എല്ലാ ഡീറ്റെയിൽസും പുറത്തു വിടേണ്ട കാര്യമൊന്നുമില്ല, അവരുടെ വ്യക്തി ജീവിതം മാനിക്കപ്പെടണം, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആരാണ് മണ്ടന്മാരായത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഉടനീളം പറയുന്ന പ്രമുഖരായിട്ടുള്ള ആൾക്കാർ, പ്രമുഖ നടൻ, പ്രമുഖ നടി, യുവനടൻ, യുവനടി, പ്രമുഖ സംവിധായകൻ, യുവ സംവിധായകൻ എന്ന് തുടങ്ങി പല ആൾക്കാരുടെയും പേരുകൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനപ്പുറം ഒരാളുടെ പേര് പോലും ഒരു നടപടിക്ക് ശുപാർശ ചെയ്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി തന്നെ വന്ന് പറയുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയിലെ അധ്യക്ഷയായ ജസ്റ്റിസ് ഹേമ തന്നെ അതിന് ശുപാർശ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഒരു കമ്മിറ്റി റിപ്പോർട്ടോട് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെ: ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാർ പൂഴ്ത്തിവെച്ചിട്ടില്ല, മൊഴികൾക്ക് രഹസ്യ സ്വഭാവമുണ്ട്, അവ പുറത്തുവിടരുന്ന ജസ്റ്റിസ് ഹേമ കത്ത് നൽകിയിരുന്നു, കേസെടുക്കാൻ റിപ്പോർട്ടിൽ ശുപാർശയില്ല, കേസെടുക്കണ്ട, ഇത് രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത് പുറത്തുവിടണ്ട എന്നടക്കം എല്ലാ കാര്യങ്ങളും ഇതിന്റെ തന്നെ ഈ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് തന്നെ തയ്യാറാക്കിയ ജസ്റ്റിസ് ഹേമ തന്നെ പറയുമ്പോൾ ഇത് എങ്ങനെയാണ്, ഏത് അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ കേസെടുക്കുക? അതൊരു ചോദ്യം തന്നെയല്ലേ? അപ്പോൾ WCC അംഗങ്ങൾ അവിടെ മൊഴി നൽകി എന്ന് പറയുമ്പോൾ ആ മൊഴി നൽകിയതിന്റെ പിന്നിൽ അവര് വ്യക്തികളുടെ പേരുകൾ കൊടുത്തിട്ടില്ലേ? WCC അകത്തുനിന്നുള്ള അംഗങ്ങൾ തന്നെ ഇപ്പൊ പുറത്തുനിന്ന് പറയുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പുറത്തുവിടേണ്ട കാര്യമില്ല എന്നുള്ള കാര്യം. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ നടന്ന് ഇത് ജനങ്ങളെ മണ്ടന്മാരാക്കുന്ന വെറും ഒരു കാഴ്ച വസ്തുവായിട്ട് ഇതൊരു 5 ദിവസം സംസാരിക്കുന്ന ഒരു വിഷയമായിട്ട് മാത്രം മാറി അതിനുശേഷം വീണ്ടും പ്രൗഢമായിട്ടുള്ള രീതിയിൽ താരങ്ങളുടെ ഏറ്റവും ഉയരത്തിൽ നിൽക്കുകയും അവിടെ താഴെ വീണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട അതിക്രമങ്ങൾക്കും ലൈംഗിക പീഡനങ്ങൾക്കും ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഇരകളാക്കപ്പെടുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ നീതി അകലെ എന്നുള്ള കാര്യം തന്നെയല്ലേ നമുക്ക് നോക്കേണ്ടത്? അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്? വ്യക്തവും വിശദമായിട്ട് നോക്കാം. വെൽക്കം ടു മൂപ്പൻസ് വ്ലോഗ്സ്. ഇറ്റ്സ് മീ ശരത് പരമേശ്വർ. നമുക്ക് എല്ലാവർക്കും അറിയാം 2017 ഫെബ്രുവരി മാസം 17 നടിയെ ആക്രമിച്ച കേസ്, ആ ഒരു കേസ് കേരളത്തിലുണ്ടാക്കിയ കോളിളക്കത്തിന്റെ ഒരു അല നമ്മളെല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്. ഒരാൾക്കും ഇനി ഒരിക്കലും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാകരുതേ എന്ന് എല്ലാവരും അന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചവരാണ്, കരഞ്ഞവരാണ്. അതിനുശേഷം ഒരു പ്രമുഖ നടൻ അദ്ദേഹത്തിന് റിമാൻഡിലേക്ക് അയക്കുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ തെളിവുകളോ മറ്റുള്ള കാര്യങ്ങളോ കണ്ടെത്താൻ പറ്റാത്തതിനാൽ പ്രതിപ്പട്ടികയിൽ ഇടം ചേടുകയും ഇന്നും ആ കേസ് നടക്കുകയും അദ്ദേഹത്തിനെ പുറത്തുവിടുകയും അദ്ദേഹം അതിനുശേഷം കുറെ കാലത്തിന് ശേഷം മലയാള സിനിമയിലേക്ക് സജീവമാവുകയും അമ്മ എന്നുള്ള താരസംഘടനയിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോവുകയും തുടങ്ങുന്ന നാടകീയമായ പല സംഭവങ്ങളും നടക്കുന്നു. എന്നാൽ അതിനുശേഷവും ആ സമയങ്ങളിലെല്ലാം നമ്മൾ കേൾക്കുന്ന ഒരു പേരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ മലയാളത്തിലെ പല നടന്മാരുടെയും തനിക്കുണം പുറത്തു വരും, അവരകത്താവും എന്നുള്ളത്. എന്നാൽ അതേ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് 2024 പുറത്തു വന്ന സമയത്ത് ഇവിടെ ഒരു നടന്മാർക്കെതിരെയും ഒന്നും നടന്നിട്ടില്ല എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇത്രത്തോളം അസാധുവായിരുന്നോ? ഇതിന് ഇത്രത്തോളം ബലമില്ലാത്തതായിരുന്നോ? അപ്പോൾ ഇത്രയും കാലം WCC അംഗങ്ങളടക്കം പറഞ്ഞത് ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞതെല്ലാം വെറുതെ ആയിരുന്നോ, ശുദ്ധ ഭോഷ്കായിരുന്നോ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും സംശയം തോന്നിക്കഴിഞ്ഞാൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ പറ്റുമോ? നടിയെ ആക്രമിച്ച കേസ് അതുപോലത്തെ ഒരു കാര്യം ഇനി ഒരിക്കലും മലയാള സിനിമയിൽ സംഭവിക്കരുത് എന്ന് കരുതിയിട്ട് അമ്മ എന്നുള്ള സംഘടനയിൽ നിന്ന് വിട്ടുമാറിയിട്ട് WCC എന്നുള്ളൊരു സംഘടന രൂപീകരിക്കപ്പെടുന്നു, വിമൻസ് ഇൻ സിനിമ കളക്റ്റീവ്. ആ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെയാണ് ആ സംഘടന ഏറ്റവും കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത്. എന്നാൽ അവിടെയും നാടകീയമായിട്ടുള്ള മറ്റൊരു വിഷയം,
അതിൻ്റെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്ന ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞൊരു പദവിയിൽ നടക്കുന്ന എന്ന് പറയപ്പെടുന്ന സോഷ്യൽ മീഡിയയിൽ മൊത്തം അങ്ങനെ അറിയപ്പെടുന്നത് അങ്ങനെ ഒരു നടിയുടെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ആ നടിയെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് WCC ആയിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും ഈ ഒരു ആൾക്കാരെല്ലാം നിയമത്തിന്റെ മുമ്പിലേക്ക് അല്ലെങ്കിൽ കോടതിയുടെ മുമ്പിലേക്ക് ജയിലഴികൾക്കുള്ളിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഇത് നിന്ന ആ വ്യക്തിത്വങ്ങൾ ഇപ്പോൾ അവിടെ നിന്ന് ആ ഒരു പ്രസ്തുത വ്യക്തി അഥവാ ഈ സ്ഥാപകരിൽ ഒരാളായിട്ടുള്ള ആ ഒരു നടി ഇന്ന് അവിടെ നിന്ന് മാറി ഇന്നിപ്പോൾ അമ്മ സംഘടനയായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു അഥവാ അവർക്ക് ഇഷ്ടംപോലെ സിനിമകൾ കിട്ടുന്നുണ്ട് അവർക്ക് ഈ ഒരു സംഭവത്തിന്റെ മൊഴി മാറ്റി പറയുന്നു എന്നുള്ള രീതിയിലടക്കം ഇതിനകത്ത് തന്നെ പരാമർശം വരുമ്പോൾ അതും നിലവിൽ വളരെയധികം സൈബറിടത്ത് ചർച്ചയാകുന്നു. മൊത്തത്തിൽ ആ ഒരു ചർച്ച ഇപ്പോൾ കൊഴുക്കുന്നു. ഇതിനെതിരെ അവർ ഇതുവരെ പ്രതികരണം നടത്തിയിട്ടുമില്ല. 2017 ഹേമ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നു. ഏതാണ്ട് 5 വർഷത്തോളം അടുക്കുന്നു ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട്. ഇത്ര നാളായിട്ടും ഈ ഒരു കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തേക്ക് വരാത്തത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വരുമ്പോഴും ഒരു കാര്യം മറക്കരുത്. അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അന്നത്തെ സാഹചര്യത്തിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അന്നത്തെ ഏറ്റവും മുന്നണിയിൽ നിന്നിട്ടുള്ള പ്രമുഖരായിട്ടുള്ള പല നടന്മാരും ഇന്ന് മലയാള സിനിമയ്ക്കകത്തില്ല. അതോടൊപ്പം തന്നെ മലയാള സിനിമയ്ക്കകത്തുള്ള ഇന്നത്തെ പ്രമുഖരായിട്ടുള്ള പല ആൾക്കാരും അതിനകത്ത് ഇൻവോൾവ് ആണെന്നുള്ള ചിന്ത അന്നില്ലായിരുന്നു. എന്നാൽ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോഴേക്കും അന്ന് മലയാള സിനിമയ്ക്കകത്ത് പ്രമുഖരല്ലാത്ത ചില ആൾക്കാരെങ്കിലും പ്രമുഖരായിട്ട് മാറിയിട്ടുമുണ്ട്. ചില പ്രമുഖരെ ഒഴിവാക്കി എന്ന് പറയുന്നു. അങ്ങനെ പ്രമുഖ എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് തന്നെ സങ്കോചം വരും. ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നുള്ള ചോദ്യം വരും. എന്തുകൊണ്ട് പേരുകൾ പുറത്തു വിടുന്നില്ല എന്നുള്ള ചിന്തയും വരും. അതായത് മലയാള സിനിമയ്ക്കകത്ത് നടക്കുന്ന കാസ്റ്റിംഗ് കൗച്ചുകൾ, മലയാള സിനിമയ്ക്കകത്ത് നടക്കുന്ന കുത്തഴിഞ്ഞ പ്രവൃത്തികൾ, ഡ്രഗ്സ്, മാഫിയ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് 15ഓളം പേര് ചേർന്നുള്ള ഒരു പവർ ഗ്രൂപ്പ്, ഈ ഗ്രൂപ്പ് തീരുമാനിക്കുന്നത് പോലെ മറ്റ് പല ആൾക്കാരെ ഒഴിവാക്കാൻ നടൻ തിലകനെ അടക്കം അദ്ദേഹത്തിന്റെ മകൾ തന്നെ ഇന്ന് മാധ്യമങ്ങളോട് പറയുന്നത് അദ്ദേഹത്തിന്റെ മകളെ വളരെയധികം മോശമായി സംസാരിക്കുകയും വളരെയധികം സ്നേഹത്തോടെ പെരുമാറുന്ന ആൾക്കാർ തന്നെ വളരെയധികം മോശമായിട്ട് പറയുകയും സംവിധായക വിനയം പറയുന്നു നടൻ തിലകനെയൊക്കെ വളരെയധികം അദ്ദേഹത്തിന്റെ തന്തയ്ക്ക് വിളിക്കുന്ന രീതിയിലേക്ക് തന്നെ സൂപ്പർ സ്റ്റാർ നടന്മാരൊക്കെ വന്നിരുന്നു, പ്രമുഖ നടന്മാർ വന്നിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം ഇവരാരും പറയാതെ പറയുന്നു. എന്നിട്ട് നമ്മുടെ സിനിമയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട പരാമർശങ്ങൾ അടക്കം പല തരത്തിലുള്ള ഗുരുതരമായ പരാമർശങ്ങൾ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് മലയാള സിനിമയിലെ മോഹൻലാൽ എന്നുള്ള നടൻ അദ്ദേഹം വയനാടിൽ അദ്ദേഹം ലെഫ്റ്റനന്റ് കേണലാണ്. ആ ഒരു ഡ്രസ്സിൽ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് വളരെ മോശമായ ഭാഷയിൽ ആക്ഷേപിക്കുന്നതിന്റെ ഭാഗമായിട്ട് സൈന്യത്തിന് ആക്ഷേപിച്ചതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ അമ്മ സംഘടന അതിനൊരു പരാതി കൊടുക്കുകയും അയാളെ പെട്ടെന്ന് പൊക്കുകയും അതിനെതിരെ നടപടിയെടുക്കുകയും സ്വീകരിക്കുകയും മറ്റുള്ള കാര്യങ്ങൾ ചെയ്തത്. എന്നാൽ ഇതേ വളരെയധികം മലയാള സിനിമയ്ക്കകത്തുള്ള നടിമാർക്കെതിരെ വളരെ രൂക്ഷമായ രീതിയിലുള്ള സംഭവങ്ങളെല്ലാം ഇതിനകത്ത് അഥവാ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുമ്പോഴും ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ അമ്മ സംഘടനയുടെ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ സിദ്ദിഖോ മറ്റുള്ള ആൾക്കാരോ അവരാരും ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു അങ്ങനെ ആർക്കെതിരെയും പറഞ്ഞിട്ടില്ല. പഠിച്ചതിന് ശേഷം പ്രതികരിക്കും എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. തുടർ നടപടികൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഇതിനകത്തുള്ള മിനിസ്റ്ററായിട്ടുള്ള ബാലൻ പറയുന്നു, മറ്റ് പല ആൾക്കാരും പറയുന്നു ശരിക്കും പറഞ്ഞ് ഇതിനകത്ത് ഒരു തരത്തിലും കേസെടുക്കാൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇതിന് കേസെടുക്കാൻ നിർവാഹമില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് ഒരു വ്യക്തിയെ അഥവാ വേട്ടക്കാരൻ എന്ന് പറയപ്പെടുന്ന ആൾക്കാരിൽ ഒരാളെങ്കിലും രാത്രി നടികളുടെ റൂമിൽ മുട്ടുന്ന, അവരെ ഒന്ന് മൂത്രമൊഴിക്കാൻ വേണ്ടി യൂറിൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലും അനുവദിക്കാതെ ജോലി ചെയ്യിപ്പിക്കുന്ന, അവർക്ക് സാനിറ്ററി നാപ്കിൻ മാറ്റാൻ അഥവാ അവർക്ക് മെൻസ്ട്രേഷൻ പീരീഡ്സിൽ പോലും അവരെ വളരെയധികം ബുദ്ധിമുട്ടിച്ച് ജോലി ചെയ്യിപ്പിക്കുന്ന, അവരെ എന്തെങ്കിലും തരുന്ന അവസരം നൽകണമെങ്കിൽ കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ഡയറക്റ്റായിട്ട് തന്നെ പറയുന്ന ചില കോഡ് ഭാഷകളിൽ അവരുടെ ഈ കൂടെ കിടക്കുന്ന കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്ന, അങ്ങനെ പോകുന്ന അനവധി നമ്മളെല്ലാം അശ്ലീല ചുവയുള്ള കഥകൾ വായിക്കുന്നതിനപ്പുറം വരുന്ന 235 പേജുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അകത്ത് ഇത്രത്തോളം ഗുരുതരമായ ലൈംഗിക അതിക്രമങ്ങളും അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ ഒരു കൂത്തരങ്ങ് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. പക്ഷേ അവിടെയും നമുക്ക് ഇതാരാണ് ചെയ്തത്, ഇതാരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തതയുമില്ല. അതോടൊപ്പം തന്നെ ഈ കമ്മീഷൻ പറയുന്നു ആർക്കെതിരെയും നിയമ നടപടി എടുക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ നിയമ നടപടിക്ക് ശുപാർശ ചെയ്യുന്നുമില്ല എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനകത്തുള്ള അന്തസത്തയെ ശരിക്കും പറഞ്ഞ് നമുക്ക് ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവുമില്ല. കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്തുകൊണ്ട് ഒരാളുടെ പേര് പോലും വരുന്നില്ല. കാരണം നടിയെ ആക്രമിച്ച കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ ആ നടിയെ ആക്രമിച്ച കേസിനകത്ത് ഒരു വ്യക്തിയുടെ പേരുണ്ട്. എന്നാൽ ഇവിടെ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു പേരുകളില്ല. ചില വാട്സാപ്പ് ചാറ്റുകളും മറ്റു ചില കാര്യങ്ങളും ഇതിനകത്ത് തെളിവുകളായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിരിക്കുന്നു. എന്നാൽ ഈ WCC അംഗങ്ങളുടെ ആൾക്കാർ തന്നെ പല ആൾക്കാരും കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലെല്ലാവരും അവരെ കണ്ട് അവരുടെ അടുത്തുള്ള എന്താണ് പ്രതികരണം ചോദിക്കുന്ന സമയത്ത് ചിലരെങ്കിലും പ്രതികരിക്കാതെ പോകുന്നു. എന്നാൽ എന്താണ് ഇനിയും അവരുടെ ആക്ഷൻ സൈഡിൽ നിന്ന് എന്താണ് ആക്ഷൻ വരിക എന്നുള്ള കാര്യം നോക്കുമ്പോഴേക്കും ഇതിനകത്ത് ഒരാളുടെ പേരും പറഞ്ഞിട്ടില്ല. സോ നോ നെയിം റിവീൽഡ്, ഒരൊറ്റ പേരുകൾ പോലും ഇതിനകത്ത് റിവീൽ ആക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ചിലരെങ്കിലും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള
ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇതിനകത്ത് പറയുന്നത് ഒരു പ്രമുഖ നടനെ ഒതുക്കി എന്ന് പറയുന്ന ഒരു കാര്യം പറയുന്നു. ആ പ്രമുഖ നടൻ ആര് എന്നൊരു ചോദ്യം എല്ലായിടത്തുണ്ട്. ഈ പ്രമുഖ നടൻ ആര്? ആലോചിക്കണം. ഇത് 4 വർഷത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ 5 വർഷത്തോളം ദൈർഘ്യമുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പ്രമുഖ നടൻ ഉണ്ട് എങ്കിൽ ആ പ്രമുഖ നടൻ ആര്? സത്യം പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ചില ഈ അടുത്ത കാലത്ത് തന്നെ മലയാള സിനിമയ്ക്കകത്ത് ഒരു അഹങ്കാരി എന്നും മുദ്ര കുത്തപ്പെട്ട ചില നടന്മാരൊക്കെ ഉണ്ട്. സോ ആരാളുടെ പേര് നമുക്കും പറയാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല, നിർവാഹമില്ലാത്തതിനാലാണ്. അപ്പം ആ ഒരു റിപ്പോർട്ടിൽ അങ്ങനെ ഒരു പേരില്ലാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല. അപ്പം ആ ഒരു കാലത്ത് അദ്ദേഹത്തിനെതിരെ ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങളും അദ്ദേഹത്തിന് ഒതുക്കാനുള്ള ശ്രമങ്ങളും നടത്തിയിരുന്നു. അതിനെല്ലാം പൊരുതി അദ്ദേഹം ഇന്ന് നമ്പർ 1 ആയിട്ടൊക്കെ വന്നു എന്നുള്ള രീതിയിലേക്കൊക്കെ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ആ പ്രമുഖ നടനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അന്ന് ഇതിനകത്തുള്ള 15 പേരടങ്ങുന്ന ഒരു ടീം ഉണ്ടായിരുന്നു എന്നും പറയുന്നു. അപ്പൊ ആ 15 പേരടങ്ങുന്ന ടീം ആരാണ്? അപ്പൊ ഇവരെല്ലാം ഒരു പവർ ഗ്രൂപ്പാണെന്ന് പറയുമ്പോൾ ഈ പവർ ഗ്രൂപ്പ് ആരാണ്? അങ്ങനെയുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഒരു നിർവാഹവും ഇല്ല, അറിയാൻ ഒരു വഴിയുമില്ല. ഇനി ഏറ്റവും ഗുരുതരമായ ഒരു കാര്യത്തിലേക്ക് വരാം. ഇതിനകത്ത് സ്ത്രീകളെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യം വരുന്നു. സ്ത്രീകളെ കൊടുക്കാൻ, അഥവാ സ്വന്തം മകളെ പോലും ഇവരുടെ കൂടെ കിടപ്പറകളിലേക്ക് വിടാൻ തയ്യാറാണെന്ന് പറയുന്ന അമ്മമാരെ കുറിച്ച് ഇതിനകത്ത് റിപ്പോർട്ടിലുണ്ട്. അതായത് തൻ്റെ മകൾക്ക് ഒരു അവസരം കിട്ടണം, ഒരു ഫെയിംഷിപ്പ് കിട്ടണം, പണം കിട്ടണം, പണം, പ്രശസ്തി, ഇതിനൊക്കെ വേണ്ടിയിട്ട് ആരുടെ കൂടെയും കിടക്കാൻ തയ്യാറായിട്ടുള്ള കുറച്ച് ആൾക്കാരും ഇതിനകത്ത് പരാമർശിക്കപ്പെടുന്നു. അമ്മമാർ തന്നെ ഇതിന് മുൻകൈ എടുക്കുന്നു എന്നുള്ള കാര്യമുണ്ട്. ഇപ്പം നമ്മളിത് പൊതുവിലൊരു കാര്യത്തിലേക്ക് ചർച്ച വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കാസ്റ്റിംഗ് കൗച്ചാണല്ലോ പ്രകടമായിട്ട് വരുന്നത്. പിന്നെ ഡ്രഗ് മാഫിയ, ഇതിനകത്ത് വളരെ വലിയ ഡ്രഗ് മാഫിയ ഉണ്ട്. രാത്രി ആയിക്കഴിഞ്ഞാൽ മദ്യപിച്ചിട്ടും ഡ്രഗ്സ് എടുത്തിട്ടും ആ സ്ത്രീകളെ കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പോലും ഒറ്റയ്ക്ക് റൂമിൽ പോലും കിടക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിൽ അവരെ ലൈംഗികമായി വളരെയധികം തീക്ഷ്ണമായ രീതിയിലേക്ക് ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള നടന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമ എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ചിന്തിക്കണം. അപ്പോൾ അമ്മമാർ തന്നെ ഈ കുട്ടികളെ കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ പ്രശസ്തിക്കും പണത്തിനും വേണ്ടിയിട്ട് കൂടെ കിടക്കാൻ തയ്യാറാവുകയും ചെയ്യുന്ന കുറച്ചധികം ആൾക്കാരും ഇതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വേട്ടക്കാരനെ പോലെ തന്നെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന അമ്മമാരും അതോടൊപ്പം തന്നെ ഇന്ന് നിലവിൽ ഈ വേട്ടക്കാരെന്ന് പറയുന്ന ആൾക്കാരുടെ പേര് നമുക്കറിയത്തില്ല, എന്നാൽ അവരുടെ കൂടെയും ഒരു പറ്റം സ്ത്രീകളുണ്ട്. അവരടിമയാക്കി വെച്ചിരിക്കുന്നതാണോ, അതോ അവർക്ക് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ ധൈര്യമില്ലാഞ്ഞിട്ടാണോ, അതോ അവസരങ്ങൾ തനിക്ക് ഇനിയും കിട്ടണമെന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കുന്നതാണോ? സത്യം പറഞ്ഞാൽ ഇതിനകത്ത് നമ്മുടെ മുമ്പിൽ വളരെ നമ്മളൊരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ കാര്യങ്ങൾ ഇനിയും നടക്കും എന്നുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ റിപ്പോർട്ടിൽ കണ്ട കാര്യങ്ങളെല്ലാം ഇനി മനസ്സിൽ നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് ഈ റിപ്പോർട്ട് നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോഴേ നമുക്ക് തോന്നുന്നു. കാര്യം ഈ റിപ്പോർട്ടിൻ്റെ അകത്ത് ഒരിക്കൽ പോലും ഒരാൾക്കെതിരെ നിയമ നടപടിക്ക് ശുപാർശയില്ല. അപ്പോൾ ആരെങ്കിലും ഒരാളെ മാതൃകാപരമായി ശിക്ഷിക്കാത്തടത്തോളം കാലം ഈ ഒരു കാര്യം എങ്ങനെ അവസാനിക്കാനാണ്? ഒരു സ്ത്രീയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൂട്ടം സ്ത്രീകളെയോ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഹരാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മെന്റലി അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാർക്കെതിരെ ചെറു വിരൽ പോലും അനക്കരുത് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു കമ്മീഷൻ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ആൾക്കാരെ പിടിച്ചു നിർത്താതെ ഇവരെ ശരിക്കും പറഞ്ഞ സാമൂഹിക മനസാക്ഷിയുടെ മുമ്പിൽ എന്തെങ്കിലും ശിക്ഷ കൊടുക്കാതെ അല്ലെങ്കിൽ ജയിലഴികൾക്കുള്ളിലേക്ക് എത്തിക്കാതെ എങ്ങനെയാണ് ഈ ഒരു കാര്യം നിൽക്കുക എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് കഴിയും? അനസ്യൂതം ഇത് വീണ്ടും തുടരും, ഇത് വീണ്ടും തുടരും. അതുകൊണ്ട് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരകൾക്ക് നീതി കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് നമുക്ക് ഒരു അടിവരയിട്ട് പറയാൻ വേണ്ടിയിട്ട് പറ്റും. എന്ത് നീതിയാണ് കിട്ടുന്നത്? എവിടെയാണ് നീതി കിട്ടുന്നത്? ഒരു നീതി ഈ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ കിട്ടുമെന്ന് പറയാൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇരകളെ വേട്ടയാടിയവർക്ക് ശിക്ഷ കിട്ടുമ്പോൾ മാത്രമാണ്. അങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് ഒരാളുടെ പേരും കൊടുത്തിട്ടില്ല എങ്കിൽ അവരുടെ ഇൻഫ്ലുവൻസോ അവരുടെ ഉയർന്ന ഉന്നത ബന്ധങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്ത് പോയതോ എന്നൊക്കെ നമ്മൾ സാധാരണ ബുദ്ധിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് കഴിയത്തില്ല. ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഒരു തരത്തിലും ഈ ഒരു മാഫിയ സംഘങ്ങളെ അടിച്ചമർത്താനോ അവരെ ഒതുക്കി നിർത്താനോ ഒരു കാര്യങ്ങളില്ല. പിന്നെ ഹേമ കമ്മിറ്റിയിൽ കുറച്ചധികം കാര്യങ്ങൾ പറയുന്നു. ഇതിനകത്ത് വിക്ടിമായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ, അല്ല അവർക്ക് ഒരു പരാതി കൊടുക്കാനോ ഒക്കെ ഇടങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് കുറേയധികം കാര്യങ്ങൾ വയ്ക്കുന്നു. എന്നാൽ ഇപ്പോഴും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന മാധ്യമങ്ങൾ എത്ര ദിവസം സംസാരിക്കും? കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇപ്പം നിലവിൽ തന്നെ ചില മാധ്യമങ്ങൾ സംസാരിക്കുമ്പോഴും അവരുടെ തന്നെ എന്റർടൈൻമെന്റ് ഷോയുടെ ഭാഗമായിട്ട് വലിയ വിശാലമായ ഷോകൾ ഈ പ്രമുഖ നടന്മാരടങ്ങുന്ന എല്ലാ നടന്മാരും കുറ്റക്കാരല്ല എന്ന് ഈ ഒരു കമ്മീഷൻ റിപ്പോർട്ട് തന്നെ പറയുന്നു. എന്നാൽ ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ പ്രമുഖ നടന്മാരെന്നും പ്രധാനപ്പെട്ട നടന്മാരെന്ന് പറയുമ്പോൾ അവരുടെ പേരുകൾ പറയാത്തിടത്തോളം കാലം സംശയം എല്ലാവരിലേക്കും നിഴലിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അത് സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, ഇതിനകത്ത് അടിസ്ഥാനമില്ലാത്ത പേരുകളില്ലാത്തിടത്തോളം കാലം ഇത് അവരായിരിക്കാം ഇവരായിരിക്കാം എന്നുള്ള അനുമാനത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ജനങ്ങൾക്ക് അങ്ങനെ കഴിയും. കാരണം ഇവിടെ വ്യക്തമായ പേരുകളോ അല്ലെങ്കിൽ ഇന്ന ആളാണെന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടില്ല. അതുകൊണ്ട്
ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. അത് കേരളം കത്തും, സിനിമാ മേഖലയിലുള്ള എല്ലാം അവസാനിക്കും, ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും എന്നേക്കുമായിട്ട് അവസാനിച്ച് ഈ മാഫിയ സംഘങ്ങളെല്ലാം ഒഴിവാകും, ഒടുങ്ങും എന്നുള്ള രീതിയിലേക്കൊക്കെ നിങ്ങളും ഞാനും ഒക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും മണ്ടത്തരമാണ്. ഇത് ആർക്കും ഒരു പൂട്ട് ഇടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഇതിനകത്ത് കാണാൻ കഴിയത്തില്ല. അതുതന്നെ ഇവർക്ക് വീണ്ടും വളരെയധികം സജീവമായി ഇക്കാര്യത്തിലേക്ക് മുഴുകാനുള്ള ഒരു അവസരമായിട്ട് കാണാനാണ് സാധ്യത എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നത് ഗൈസ്, ബൈ.